സായിപ്പ് ബംഗ്ലാവ് കഴിഞ്ഞാൽ പിന്നെ റോഡിൻ്റെ ഭാവമെല്ലാം മാറും. നല്ല ഓഫ് റോഡാണ് ഇവിടെ മുതൽ. ഇതുവഴി പോകുവാൻ വണ്ടിയും ഡ്രൈവറും തമ്മിൽ അസാധാരണമായ ഒരാത്മബന്ധം വേണം. ഇല്ലെങ്കിൽ യാത്ര കഴിയുമ്പോൾ വണ്ടിക്ക് നല്ല രീതിയിൽ തകരാറുകൾ സംഭവിക്കാം. എത്ര വലിയ കടമ്പയും കടക്കാൻ തയ്യാറായി വരുന്ന ബൈക്ക് റൈഡേഴ്സിന് ഒരു ലഹരിയാണ് ഉറുമ്പിക്കര. ഓരോ വളവിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ വഴിയുടെ രൂപം മാറും. ഇളകിക്കിടക്കുന്ന വലിയ കല്ലുകൾ ടയറുകളുമായി വഴക്കിട്ടുകൊണ്ടേയിരിക്കും. ഏലത്തോട്ടങ്ങളും കാടുമൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ കയറ്റം അവസാനിക്കുമ്പോൾ കോടമഞ്ഞിൽ മറഞ്ഞിരിക്കുന്ന ഇരുമലച്ചി കല്ലുകളാണ് മുന്നിൽ വരുന്നത്. ആവേശത്തോടെ ഓടിക്കയറുവാൻ തോന്നുന്ന വലിയ പാറകളാണ് ഇവിടെയുള്ളത്. ഇരുമലച്ചിയുടെ താഴെ ഏന്തയാറും മുണ്ടക്കയും ഉൾപ്പെടുന്ന വിശാലമായ താഴ്വരയാണ്. ഇരുമലച്ചിക്കല്ലിനും ഉറുമ്പിമലയ്ക്കും ഇടയിലൂടെയാണ് മണിമലയാറിൻ്റെ കൈവഴിയായ പാപ്പാനിത്തോട് ഒഴുകി വരുന്നത്. ഇറങ്ങി ഇനി അങ്ങോട്ട് ഇനി ഒന്നും പേടിക്കണ്ട, ചാടിക്കോ. ഇതാ ഈ കളവന്മാരെ കൊണ്ടുവന്നാണ് കുഴപ്പം. ജീപ്പിൽ നിന്നിറങ്ങി നടക്കുന്നതാണ് ഇവിടെ ഞങ്ങൾക്ക് രസകരമായി തോന്നിയത്. പാപ്പാനിത്തോട് കഴിഞ്ഞുള്ള കയറ്റമാണ് ഈ യാത്രയിലെ ഏറ്റവും പ്രയാസമുള്ള ഭാഗം. ബൈക്കുകൾ കയറാനും ഇറങ്ങാനും ഏറ്റവും കഷ്ടപ്പെടുന്നത് ഈ ഭാഗത്താണ്.
മുകളിലെത്തിയാൽ വിശാലമായ ഒരു പാറയാണ് വണ്ടികളുടെയും സഞ്ചാരികളുടെയും പ്രധാന വിശ്രമസ്ഥലം. കൊടൈക്കനാലിലെ പില്ലർ റോക്ക് പോലെ 3 വലിയ കല്ലുകൾ ഈ മലയുടെ ഒരു ചെരുവിലുണ്ട്. കഴിഞ്ഞ മഴക്കാലത്ത് അതിൽ 2 എണ്ണം ഇടിഞ്ഞ് താഴേക്ക് വീണു. ഉറുമ്പിക്കരയിലെ കർഷകനായ പാപ്പച്ചിച്ചേട്ടനാണ് വഴി കാണിക്കുവാൻ നമ്മുടെ കൂടെ ഉള്ളത്. ഒരു കപ്പലിനോളം വലിപ്പമുള്ളതായിരുന്നു ഓരോ കല്ലുകളും. അതിൽ 1 എണ്ണം മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ പാറ വീണ് കിടക്കുന്ന ഭാഗം കാണുവാൻ കഴിയുന്നില്ല. അതിന് അപ്പുറത്തെ മലയിൽ പോകണം. റോഡിലൂടെ പോയാൽ കുറേ ദൂരമുണ്ട്. അപ്പു ജീപ്പുമായി പാറപ്പുറത്തുകൂടി വന്നു. പാറയിലും പുല്ലിലും കാട്ടിലും സ്വന്തമായി ഒരു വഴി കണ്ടെത്തിക്കൊണ്ട് അപ്പുവിൻ്റെ ജീപ്പ് ശരിക്കും ഓഫ് റോഡ് യാത്രയാണ് ഇവിടെ നടത്തിയത്. ആ കാഴ്ചകളും താഴെ വീണ് കിടക്കുന്ന കല്ലുകളും മദാമക്കുളവും തകർന്ന ഒരു ഡാമിൻ്റെ കാഴ്ചകളുമൊക്കെയായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി.